ഇന്ന് ഞങ്ങളുടെ വയനാട് ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആട്ടോ. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് പോയി കാണണേ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന ദിവസം അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ മുണ്ടക്കൈ ചൂരൽമല ലാൻഡ് സ്ലൈഡ് ഇല്ലേ, അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ബി ഫ്രാങ്ക്, ഇവിടെ വന്നു കഴിഞ്ഞാൽ കരയാണ്ട് പോകാത്ത മനുഷ്യരൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ ഒരുപാട് ജീപ്പാറുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞ എന്താ വെച്ചാൽ അന്ന് ലാൻഡ് സ്ലൈഡിൽ വന്ന ആ പാറക്കല്ലുകളൊക്കെയാണ് ഈ അടുക്കി ഇട്ടേക്കുന്നതെന്ന്. ആൻഡ് ഇവിടെ നിൽക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലുള്ള മെയിൻ തോട്ട് വാസ് ലൈക്ക്, അന്ന് എല്ലാവരും രക്ഷപ്പെടുത്താൻ സാധിച്ചോ, ഇനിയും ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നോ, അങ്ങനെയൊക്കെയായിരുന്നു. ആ ഒരു സ്കൂളിന്റെ മെജോറിറ്റി പോർഷൻസും ആ മണ്ണിനടിയിലായത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടുന്നായിരുന്നു ആ ഉരുൾപൊട്ടി വന്നത്. പിന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത മോസ്റ്റ് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവരും കാണാൻ വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഫൈൻ, ഞങ്ങളും അങ്ങനെ കാണാൻ പോയതാണ്. പക്ഷെ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫെയർ, റൈറ്റ്? അങ്ങനെ ഒരുപാട് നേരമൊന്നും ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായില്ല കേട്ടോ. കാരണം അവിടെ നിൽക്കുന്നതോറും നമ്മൾ ശോകമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴി വയനാട് ചുരമൊക്കെ ഇറങ്ങിയ സ്ഥലത്തായിരുന്നു ഈ മർക്കസ് നോളജ് സിറ്റി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരുപാട് ടൈമൊന്നും ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു 10 to 20 minutes ഡ്രൈവ് ചെയ്തിട്ട് വന്ന് ആ ഒന്ന് റെസ്റ്റ്, അകത്തോട്ടൊന്നും കയറി ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.